പ്രഭാഷകൻ അധ്യായം 21. പാപം വർജിക്കുക. മകനെ, നീ പാപം ചെയ്തിട്ടുണ്ടോ? ഇനി ചെയ്യരുത്. പഴയ പാപങ്ങളിൽ നിന്നുള്ള മോചനത്തിനായി പ്രാർത്ഥിക്കുക. സർപ്പത്തിൽ നിന്നെന്ന പോലെ പാപത്തിൽ നിന്ന് ഓടിയകലുക. അടുത്തു ചെന്നാൽ അത് കടിക്കും. അതിന്റെ പല്ലുകൾ സിംഹത്തിന്റെ പല്ലുകളാണ്. അത് ജീവൻ അപഹരിക്കും. നിയമലംഘനം ഇരുവായ്ത്തല വാൾ പോലെയാണ്. അതുണ്ടാക്കുന്ന മുറിവുകൾ ഉണങ്ങുകയില്ല. ഭീകരതയും അക്രമവും ധനം നശിപ്പിക്കുന്നു. അതുപോലെ അഹങ്കാരിയുടെ ഭവനം ശൂന്യമായി തീരുന്നു. ദരിദ്രന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു. അവന് നീതി ലഭിക്കാൻ വൈകുകയില്ല. ശാസന വെറുക്കുന്നവൻ പാപികളുടെ വഴിയിലാണ്. കർത്താവിനെ ഭയപ്പെടുന്നവൻ ഹൃദയം കൊണ്ട് പശ്ചാത്തപിക്കുന്നു. വാക്ചാതുര്യമുള്ളവൻ പ്രശസ്തി നേടുന്നു. ജ്ഞാനി തന്റെ പാളിച്ച കണ്ടുപിടിക്കുന്നു. അന്യന്റെ പണം കൊണ്ട് വീട് പണിയുന്നവൻ തന്റെ ശവകുടീരത്തിന് കല്ല് ശേഖരിക്കുന്നവനെ പോലെയാണ്. ദുഷ്ടരുടെ സമൂഹം ചണനാര് കൂട്ടിവെച്ചതുപോലെയാണ്. അവർ അഗ്നിയിൽ എരിഞ്ഞു തീരും. പാപിയുടെ പാത കല്ലുപാകി മിനുസപ്പെടുത്തിയിരിക്കുന്നു. അത് അവസാനിക്കുന്നത് പാതാളത്തിലാണ്. ജ്ഞാനിയും ഭോഷനും. നിയമവിധേയൻ വികാരങ്ങളെ നിയന്ത്രിക്കുന്നു. ജ്ഞാനം ദൈവഭക്തിയിൽ പൂർണ്ണമാകുന്നു. ബുദ്ധിസാമർഥ്യമില്ലാത്തവനെ പഠിപ്പിക്കുക സാധ്യമല്ല. എന്നാൽ നീരസം വളർത്തുന്ന ഒരുതരം സാമർഥ്യമുണ്ട്. ബുദ്ധിമാന്റെ ജ്ഞാനം കവിഞ്ഞൊഴുകുന്ന നദി പോലെ പെരുകുന്നു. അവന്റെ ഉപദേശം വറ്റാത്ത നീരൂർവയാണ്. ഭോഷന്റെ മനസ്സ് ഓട്ടക്കലം പോലെയാണ്. അതിൽ അറിവ് തങ്ങി നിൽക്കുകയില്ല. അറിവുള്ളവൻ ജ്ഞാനസൂക്തങ്ങൾ കേൾക്കുമ്പോൾ അവയെ പുകഴ്ത്തുകയും പരിപുഷ്ടമാക്കുകയും ചെയ്യും. ഭോഷൻ അവ പുച്ഛിച്ച് പുറംതള്ളും. ഭോഷന്റെ സംസാരം ഭാരമുള്ള ചുമട് പോലെയാണ്. ബുദ്ധിമാന്റെ സംഭാഷണം ആനന്ദമുളവാക്കുന്നു. സദസ്യർ ബുദ്ധിമാന്റെ സംസാരം സ്വാഗതം ചെയ്യുകയും അതേപ്പറ്റി ചിന്തിക്കുകയും ചെയ്യുന്നു. ഭോഷന് ജ്ഞാനം വീണു തകർന്ന വീട് പോലെയാണ്. അജ്ഞന്റെ അറിവ് പരസ്പര ബന്ധമില്ലാത്ത പുലമ്പലാണ്. മൂഢന് വിദ്യാഭ്യാസം കാലുകളിൽ ചങ്ങല പോലെയും വലത്തുകൈയിൽ വിലങ്ങു പോലെയുമാണ്. ഭോഷൻ ഉറക്കിച്ചിരിക്കുന്നു. ബുദ്ധിമാൻ നിശബ്ദം പുഞ്ചിരിക്കുന്നു. ബുദ്ധിമാന് വിദ്യ സ്വർണ്ണാഭരണം പോലെയും വലത്തുകൈയിൽ വള പോലെയുമാണ്. ഭോഷൻ വീട്ടിലേക്ക് തള്ളിക്കയറുന്നു. അനുഭവസമ്പന്നൻ ഉപചാരപൂർവ്വം അതിന്റെ മുമ്പിൽ നിൽക്കുന്നു. സംസ്കാരശൂന്യൻ വീട്ടിനുള്ളിലേക്ക് ഒളിഞ്ഞു നോക്കുന്നു. സംസ്കാര സമ്പന്നൻ പുറത്തു കാത്തു നിൽക്കുന്നു. വാതിൽക്കുൾ ഒളിഞ്ഞു നിന്ന് ശ്രദ്ധിക്കുന്നത് അപമര്യാദയാണ്. വിവേകി അങ്ങനെ ചെയ്യാൻ ലജ്ജിക്കും. വ്യർത്ഥഭാഷകൻ അന്യരുടെ വാക്കുകൾ ആവർത്തിക്കുന്നു. വിവേകി വാക്കുകൾ തൂക്കി ഉപയോഗിക്കുന്നു. ഭോഷന്റെ മനസ്സ് വായിലും ബുദ്ധിമാന്റെ വായ മനസ്സിലുമാണ്. ദൈവഭയമില്ലാത്തവൻ പ്രതിയോഗിയെ ശപിക്കുമ്പോൾ തന്നെ തന്നെയാണ് ശപിക്കുന്നത്. പരിദൂഷകൻ തന്നെ തന്നെ മലിനനാക്കുന്നു. അവൻ അയൽക്കാർക്കു നിന്ദ്യനാണ്. അധ്യായം 22. അലസതയും ഭോഷത്വവും. ചെളിയിൽ പൂണ്ട കല്ല് പോലെയാണ് അലസൻ. അവന്റെ നിന്ദ്യാവസ്ഥയെ എല്ലാവരും പരിഹസിക്കുന്നു. അലസൻ ശുചിത്വമില്ലാത്ത ചാണകക്കൂനിയിലെ ചേറിനു തുല്യം. അതിനെ സ്പർശിക്കുന്നവൻ കൈ കുടഞ്ഞു കളയുന്നു. ദുർമാർഗിയുടെ പിതാവായിരിക്കുക അപകീർത്തികരമാണ്. പെൺകുട്ടി ജനിക്കുന്നത് നഷ്ടമാണ്. വിവേകമുള്ള പുത്രിക്ക് വരനെ ലഭിക്കും. ലജ്ജാകരമായി പ്രവർത്തിക്കുന്ന പുത്രി പിതാവിന് ദുഃഖഹേതുവാണ്. അടക്കമില്ലാത്ത മകൾ പിതാവിനും ഭർത്താവിനും അപകീർത്തി വരുത്തുകയും ഇരുവരാലും വെറുക്കപ്പെടുകയും ചെയ്യുന്നു. അനവസരത്തിൽ പറയുന്ന കഥ വിലാപവേളയിൽ സംഗീതം പോലെയാണ്. എന്നാൽ ജ്ഞാനത്തിന്റെ ശിക്ഷണം എപ്പോഴും ഉചിതമാണ്. മൂഢനെ വിദ്യ അഭ്യസിപ്പിക്കുന്നത് പൊട്ടിയ കലത്തിന്റെ കഷ്ണങ്ങൾ ഒട്ടിച്ചു ചേർക്കുന്നത് പോലെയാണ്. അല്ലെങ്കിൽ ഗാഠനിദ്രയിൽ ലയിച്ചവനെ ഉണർത്തുന്നത് പോലെയാണ്. മൂഢനോട് കഥ പറയുന്നവൻ അർത്ഥനിദ്രാവസ്ഥയിൽ കഴിയുന്നവനോടാണ് പറയുന്നത്. പറഞ്ഞു കഴിയുമ്പോൾ എന്താണ് പറഞ്ഞതെന്ന് അവൻ ചോദിക്കും. മരിച്ചവനെ ഓർത്ത് കരയുക, അവന്റെ പ്രകാശം അണഞ്ഞുപോയി. ഭോഷനെ ഓർത്ത് കരയുക, അവന്റെ ബുദ്ധി കെട്ടുപോയി. മരിച്ചവനെ ഓർത്ത് ഏറെ കരയേണ്ട, അവന് വിശ്രമം ലഭിച്ചു. ഭോഷന്റെ ജീവിതം മരണത്തേക്കാൾ കഷ്ടമാണ്. മരിച്ചവന് വേണ്ടിയുള്ള വിലാപം 7 ദിവസം കൊണ്ട് അവസാനിക്കുന്നു. ഭോഷനു വേണ്ടിയോ ദൈവഭയമില്ലാത്തവനു വേണ്ടിയോ ഉള്ളത് അവന്റെ ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്നു. മൂഢനുമായി അധികം സംസാരിക്കുകയോ ബുദ്ധിശൂന്യനെ സന്ദർശിക്കുകയോ അരുത്. അവനിൽ നിന്ന് അകന്നു നിൽക്കുക. അവൻ നിന്നെ കുഴപ്പത്തിലാക്കും. തന്നെ തന്നെ കുടഞ്ഞ് അവൻ നിന്റെ മേൽ ചെളി തെറിപ്പിക്കും. അവനെ ഒഴിവാക്കുക, നിനക്ക് സ്വസ്ഥത ലഭിക്കും. അവന്റെ ഭോഷത്വം നിന്നെ വലയ്ക്കുകയില്ല. ഈയത്തേക്കാൾ ഭാരമുള്ളത് എന്താണ്? അതിന്റെ പേര് ഭോഷൻ എന്നല്ലാതെ മറ്റെന്താണ്? മണലും ഉപ്പും ഇരുമ്പുകട്ടിയും ഭോഷനേക്കാൾ എളുപ്പത്തിൽ വഹിക്കാവുന്നതാണ്. കെട്ടിടത്തിന്റെ ശക്തിയായി ഉറപ്പിച്ചിരിക്കുന്ന ഉത്തരം ഭൂമികുലുക്കത്തിലും ഇളകുകയില്ല.
ബുദ്ധിപൂർവമായ ആലോചന കൊണ്ട് ദൃഢമായ മനസ്സ് ഏതു വിപത്സന്ധിയിലും കുലുങ്ങുകയില്ല. ബുദ്ധിപൂർവമായ ചിന്തയിൽ ഉറപ്പിച്ച മനസ്സ് സ്തൂപനിരയിലെ വെൺകളി അലങ്കാരം പോലെയാണ്. മലമുകളിലെ വേലി കാറ്റത്തിളകിപ്പോകുന്നത് പോലെ മൂഢലക്ഷ്യമുള്ള അധീര മനസ്സ് അപകടത്തിൽ ചഞ്ചലമാകും. സുഹൃത്ത് ബന്ധം. കണ്ണിൽ കുത്തിയാൽ അശ്രുക്കൾ ഒഴുകും. ഹൃദയം നോവിച്ചാൽ വികാരം പ്രകടമാകും. പക്ഷികളെ എറിഞ്ഞാൽ അവ ഭയപ്പെട്ട് പറന്നു പോകും. സ്നേഹിതനെ നിന്ദിച്ചാൽ സൗഹൃദം അവസാനിക്കും. സ്നേഹിതനെതിരെ നീ വാളെടുത്തു പോയാൽ പോലും നിരാശനാക്കേണ്ട, സൗഹൃദം വീണ്ടെടുക്കാൻ സാധിക്കും. സ്നേഹിതനെതിരെ നീ സംസാരിച്ചാലും അസ്വസ്ഥനാക്കേണ്ട, അനുരഞ്ജന സാധ്യതയുണ്ട്. എന്നാൽ നിന്ന, ധിക്കാരം, രഹസ്യം വെളിപ്പെടുത്തൽ, ചതി എന്നിവ സ്നേഹിതരെ ഓടിച്ചു കളയുന്നു. അയൽക്കാരന്റെ ദാരിദ്ര്യത്തിൽ അവന്റെ വിശ്വാസം ആർജിച്ചാൽ അവന്റെ ഐശ്വര്യത്തിൽ നിനക്കും പങ്കുചേരാം. കഷ്ടകാലത്ത് അവനോട് ചേർന്ന് നിന്നാൽ അവന്റെ അവകാശത്തിൽ നിനക്കും പങ്കാളിയാകാം. തീച്ചൂളയിൽ നിന്ന് നീരാവിയും പുകയും ജ്വാലയ്ക്ക് മുമ്പേ ബഹിർഗമിക്കുന്നത് പോലെ നിന്ന രക്തച്ചൊരിച്ചിലിന്റെ മുന്നോടിയാണ്. സ്നേഹിതനെ രക്ഷിക്കുന്നതിൽ ഞാൻ ലജ്ജിക്കുകയില്ല, ഞാൻ അവനിൽ നിന്നും മറിഞ്ഞിരിക്കുകയുമില്ല. എന്നാൽ അവൻ നിമിത്തം എനിക്കെന്തെങ്കിലും ഉപദ്രവം സംഭവിച്ചാൽ അതേപ്പറ്റി കേൾക്കുന്നവരെല്ലാം അവനെ സൂക്ഷിച്ചുകൊള്ളും. എൻ്റെ വായ്ക്ക് കാവൽക്കാരനും എൻ്റെ ചുണ്ടുകളിൽ വിവേകത്തിന്റെ മുദ്രയും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ വീഴുകയോ നാവ് മൂലം നശിക്കുകയോ ചെയ്യുകയില്ലായിരുന്നു. അധ്യായം 23. ആത്മനിയന്ത്രണത്തിനു വേണ്ടി പ്രാർത്ഥന. എൻ്റെ പിതാവും ജീവിതത്തിന്റെ നിയന്താവുമായി കർത്താവെ, അവയുടെ ഇഷ്ടത്തിന് എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുതേ. അവ നിമിത്തം ഞാൻ വീഴാൻ ഇടയാക്കരുതേ. എൻ്റെ ചിന്തകളെ നേർവഴിക്ക് നയിക്കാൻ ഒരു ചാട്ടയും എൻ്റെ വികാരങ്ങൾക്ക് വിവേകപൂർണമായ നിയന്ത്രണവും ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ പാപങ്ങൾ ശിക്ഷിക്കപ്പെടാതെ പോവുകയില്ല, എൻ്റെ കുറ്റങ്ങൾ അവഗണിക്കപ്പെടുകയുമില്ല. എൻ്റെ പാപങ്ങളും കുറ്റങ്ങളും പെരുകി ഞാൻ എൻ്റെ ശത്രുക്കൾക്ക് കീഴ്പ്പെടുകയോ അവർ എന്നെ ചൊല്ലി സന്തോഷിക്കുകയോ ചെയ്യുകയില്ല. എൻ്റെ പിതാവും ദൈവവുമായ കർത്താവെ, എൻ്റെ ദൃഷ്ടികൾ ഔദത്യം നിറഞ്ഞതാകരുതേ. അധമ വികാരങ്ങൾക്ക് ഞാൻ അടിമയാകരുതേ. അമിതമായ ആഹാരപ്രിയമോ ഭോഗാസക്തിയോ എന്നെ കീഴടക്കാതിരിക്കട്ടെ. നിർലജ്ജമായ വികാരങ്ങൾക്ക് എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുതേ. കുഞ്ഞുങ്ങളെ, നാവിനെ നിയന്ത്രിക്കേണ്ടത് എങ്ങനെയെന്ന് കേൾക്കുവിൻ. ഈ ഉപദേശം അനുസരിക്കുന്നവൻ കുറ്റക്കാരനാവുകയില്ല. പാപിയുടെ പതനത്തിന് കാരണം അവന്റെ ചുണ്ടുകളാണ്. ചീത്ത പറയുന്നവന്റെയും അഹങ്കാരിയുടെയും വീഴ്ചയ്ക്ക് കാരണം നാവ് തന്നെ. ആണിയിടുന്ന ശീലം നന്നല്ല. പരിശുദ്ധന്റെ നാമം വെറുതെ ഉരുവിടരുത്. നിരന്തരം പീഡിപ്പിക്കപ്പെടുന്ന അടിമയുടെ ശരീരത്തിൽ മുറിവൊഴിയാത്തതുപോലെ എല്ലായ്പ്പോഴും ദൈവനാമം വിളിച്ച് ശപഥം ചെയ്യുന്നവൻ പാപത്തിൽ നിന്ന് സ്വതന്ത്രനായിരിക്കുകയില്ല. പതിവായി ആണയിടുന്നവൻ അകൃത്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കും. അവന്റെ ഭവനം ശിക്ഷയിൽ നിന്ന് ഒരിക്കലും മുക്തമാവുകയില്ല. ശബ്ദം നിറവേറ്റാതെ പോയാൽ അവൻ കുറ്റക്കാരനാകും. മനഃപൂർവ്വം ലംഘിച്ചാൽ ഇരട്ടി പാപമുണ്ട്. കള്ളസത്യം ചെയ്യുന്നവൻ ശിക്ഷിക്കപ്പെടും. അവന്റെ ഭവനത്തിൽ വിപത്തുകൾ നിറയും. മരണതുല്യമായ ഒരുതരം ശബ്ദമുണ്ട്. യാക്കോബിന്റെ സന്തതികളുടെ ഇടയിൽ ഒരിക്കലും അത് ഉണ്ടാകാതിരിക്കട്ടെ. ദൈവഭയമുള്ളവൻ ഇത്തരം തിന്മകളിൽ നിന്ന് അകന്നിരിക്കും. അവൻ പാപത്തിൽ മുഴുകുകയില്ല. അസഭ്യഭാഷണം ശീലിക്കരുത്, അത് പാപകരമാണ്. വലിയവരുടെ കൂടെ ആയിരിക്കുമ്പോൾ മാതാപിതാക്കന്മാരെ അനുസ്മരിക്കുക, അല്ലെങ്കിൽ നിന്നെ തന്നെ മറന്നുള്ള നിന്റെ പെരുമാറ്റത്തിൽ നീ അവരുടെ മുമ്പിൽ വിഡ്ഢിയാകും. ജനിക്കാതിരുന്നെങ്കിൽ എന്ന് നീ അപ്പോൾ ആഗ്രഹിക്കുകയും ജന്മദിനത്തെ ശപിക്കുകയും ചെയ്യും. നിന്ദനം ശീലിച്ചവൻ ജീവിതകാലത്ത് ഒരിക്കലും പക്വത നേടുകയില്ല. ജഡിക പാപങ്ങൾ. 2 കൂട്ടർ പാപം വർദ്ധിപ്പിക്കുന്നു, മൂന്നാമതൊരു കൂട്ടർ ക്രോധം ക്ഷണിച്ചു വരുത്തുന്നു. വികാരം കൊണ്ട് ജ്വലിക്കുന്ന ഹൃദയം ആളുന്ന തീ പോലെയാണ്. ജീവിതം പൂർണ്ണമായി നശിപ്പിക്കുന്നതുവരെ അതടങ്ങുകയില്ല. ഭോഗാസക്തിക്ക് അടിമപ്പെടുന്നവൻ അഗ്നി ദഹിപ്പിക്കുന്നതുവരെ അതിൽ നിന്ന് സ്വതന്ത്രനാവുകയില്ല. വ്യഭിചാരിക്ക് എല്ലാ അപ്പവും മധുരയ്ക്കുന്നു, മരണം വരെ അവൻ പിന്മാറുകയില്ല. വിവാഹ ഉടമ്പടി ലംഘിക്കുന്നവൻ ആത്മഗതം ചെയ്യുന്നു. ആരാണ് എന്നെ കാണുക? ഇരുട്ട് എനിക്ക് മറയാണ്. ഭിത്തികൾ എന്നെ ഒളിപ്പിക്കുന്നു. ആരും എന്നെ കാണുന്നില്ല. ഞാൻ എന്തിനു പേടിക്കണം? അത്യുന്നതൻ എൻ്റെ പാപങ്ങൾ പരിഗണിക്കുകയില്ല. മനുഷ്യനെ മാത്രമേ അവൻ ഭയപ്പെടുന്നുള്ളൂ. കർത്താവിൻ്റെ കണ്ണുകൾ സൂര്യനേക്കാൾ 10,000 മടങ്ങ് പ്രകാശമുള്ളതാണെന്ന് അവൻ അറിയുന്നില്ല. അവിടുന്ന് മനുഷ്യന്റെ എല്ലാ മാർഗങ്ങളും നിരീക്ഷിക്കുകയും നിഗൂഢ സ്ഥലങ്ങൾ കണ്ടുപിടിക്കുകയും ചെയ്യുന്നു. പ്രപഞ്ച സൃഷ്ടിക്ക് മുമ്പ് തന്നെ അവിടുന്ന് അതറിഞ്ഞിരുന്നു. സൃഷ്ടിക്ക് ശേഷവും അങ്ങനെ തന്നെ. ഈ മനുഷ്യൻ നഗരവീഥികളിൽ വെച്ച് ശിക്ഷിക്കപ്പെടും. ഒട്ടും പ്രതീക്ഷിക്കാതിരുന്നിടത്ത് വെച്ച് പിടിക്കപ്പെടുകയും ചെയ്യും. ഭർത്താവിനെ ഉപേക്ഷിച്ച് അന്യനിൽ നിന്ന് അവൻ അവകാശിയെ നൽകുന്ന സ്ത്രീയും ഇങ്ങനെ തന്നെ. അവൾ അത്യുന്നതന്റെ നിയമം ലംഘിച്ചു. ഭർത്താവിനെ വഞ്ചിച്ച് വേശ്യാവൃത്തിയിൽ ഏർപ്പെട്ട് അന്യപുരുഷനിൽ നിന്ന് സന്താനങ്ങൾക്ക് ജന്മം നൽകി. അവളെ സമൂഹത്തിന്റെ മുൻപാകെ കൊണ്ടുവരും.
അവളുടെ സന്താനങ്ങളുടെ മേൽ ശിക്ഷയുണ്ടാകും. അവളുടെ കുഞ്ഞുങ്ങൾ വേരുപിടിക്കുകയോ ശാഖകൾ ഫലം പുറപ്പെടുവിക്കുകയോ ചെയ്യുകയില്ല. അവൾ അവശേഷിപ്പിക്കുന്നത് ശാപഗ്രസ്തമായ ഓർമ്മയാണ്. അവളുടെ അപകീർത്തി മായുകയില്ല. കർത്തൃഭയത്തേക്കാൾ ശ്രേഷ്ഠമോ കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കുന്നതിനേക്കാൾ മധുരമോ ആയി മറ്റൊന്നില്ലെന്ന് അവളെ അതിജീവിക്കുന്നവർ അറിയും. ദൈവത്തെ അനുസരിക്കുക വലിയ ബഹുമതിയും അവിടുത്തെ അംഗീകാരം ദീർഘായുസ്സുമാണ്. അധ്യായം 24. ജ്ഞാനത്തിൻ്റെ മാഹാത്മ്യം. ജ്ഞാനത്തിൻ്റെ വാക്കുകൾ അവൾക്ക് തന്നെ പുകഴ്ചയാണ്. തൻ്റെ ജനത്തിൻ്റെ മധ്യത്തിൽ അവൾ മഹത്വം ആർജിക്കുന്നു. അത്യുന്നതന്റെ സഭയിൽ അവൾ വായ് തുറക്കുന്നു. അവിടുത്തെ സൈന്യത്തിന്റെ മുൻപാകെ അവൾ പ്രഘോഷിക്കുന്നു. അത്യുന്നതന്റെ നാവിൽ നിന്ന് പുറപ്പെട്ട മൂടൽമഞ്ഞ് പോലെ ഞാൻ ഭൂമിയെ ആവരണം ചെയ്തു. ഉന്നതങ്ങളിൽ ഞാൻ വസിച്ചു. മേഘത്തൂണിലായിരുന്നു എൻ്റെ സിംഹാസനം. ഞാൻ തനിയെ ആകാശത്തിന് പ്രദക്ഷിണം വയ്ക്കുകയും പാതാളത്തിന്റെ ആഴങ്ങളിൽ സഞ്ചരിക്കുകയും ചെയ്തു. ആഴിയിലെ അലകളിലും ഊഴിയിലും എല്ലാ ജനതകളിലും രാജ്യങ്ങളിലും എനിക്ക് ആധിപത്യം ലഭിച്ചു. ഇവയിലെല്ലാം ഞാൻ വിശ്രമ സങ്കേതം അന്വേഷിച്ചു. ആരുടെ ദേശത്ത് വസിക്കണമെന്ന് ഞാൻ ആലോചിച്ചു. അപ്പോൾ സകലത്തിൻ്റെയും സൃഷ്ടാവ് എനിക്ക് കൽപ്പന നൽകി. എൻ്റെ സൃഷ്ടാവ് എനിക്ക് കൂടാരത്തിന് സ്ഥലം നിശ്ചയിച്ചു തന്നു. അവിടുന്ന് പറഞ്ഞു, യാക്കോബിൽ വാസമർപ്പിക്കുക, ഇസ്രായേലിൽ നിന്റെ അവകാശം സ്വീകരിക്കുക. കാലം ആരംഭിക്കുന്നതിന് മുമ്പ് അവിടുന്ന് എന്നെ സൃഷ്ടിച്ചു. ഞാൻ അനന്തമായി നിലനിൽക്കുന്നു. വിശുദ്ധ മന്ദിരത്തിൽ അവിടുത്തെ മുമ്പിൽ ഞാൻ ശുശ്രൂഷ ചെയ്തു. സിയോനിൽ ഞാൻ വാസമർപ്പിച്ചു. അങ്ങനെ പ്രിയങ്കരമായ നഗരത്തിൽ അവിടുന്ന് എനിക്ക് വിശ്രമം നൽകി. ജെറുസലേമിൽ എനിക്ക് ആധിപത്യവും. ഒരു ബഹുമാന്യ ജനതയുടെ ഇടയിൽ അവരുടെ അവകാശമായി കർത്താവിന്റെ ഓഹരിയിൽ ഞാൻ വേരുറച്ചു. ലെബനോനിലെ ദേവദാരു പോലെയും ഹെർമോനിലെ സരളമരം പോലെയും ഞാൻ ഉയർന്നു. എൻഗേദിയിലെ ഈന്തപ്പന പോലെയും ജെറീക്കോയിലെ പനിനീർച്ചെടി പോലെയും ഞാൻ വളർന്നു. വയലിലെ ഒലിവുമരം പോലെയും നദീതടത്തിലെ വൃക്ഷം പോലെയും ഞാൻ പുഷ്ടി പ്രാപിച്ചു. ഇലവങ്കം പോലെയും സുഗന്ധതൈലം പോലെയും ഞാൻ പരിമളം പരത്തി. വിശിഷ്ടമായ മീറ പോലെ ഞാൻ സൗരഭ്യം വീശി. നറും പശ, ചന്ദനം, കുങ്കുമം, ദേവാലയത്തിലെ കുന്തുരുക്കം എന്നിവ പോലെയും ഞാൻ സുഗന്ധം പ്രസരിപ്പിച്ചു. കരുവേല മരം പോലെ ഞാൻ ശാഖ വീശുന്നു. എൻ്റെ ശാഖകൾ മഹത്വവും മനോഹാരിതയും നിറഞ്ഞവയാണ്. മുന്തിരിച്ചെടി പോലെ എൻ്റെ മുകുളങ്ങൾക്ക് ഞാൻ സൗന്ദര്യം പകർന്നു. എൻ്റെ പുഷ്പങ്ങൾ മഹത്വമാർന്ന സമൃദ്ധ ഫലങ്ങളായി പരിണമിക്കുന്നു. എന്നെ അഭിലഷിക്കുന്നവൻ അടുത്തു വന്ന് തൃപ്തിയാവോളം എൻ്റെ വിഭവങ്ങൾ ആസ്വദിക്കട്ടെ. എന്നെ സ്മരിക്കുന്നത് തേനിനേക്കാളും എന്നെ സ്വന്തമാക്കുന്നത് തേൻകട്ടയേക്കാളും മാധുര്യം പകരും. എന്നെ ഭുജിക്കുന്നവന്റെ വിശപ്പ് ശമിക്കുകയില്ല, പിന്നെയും ആഗ്രഹിക്കും. എന്നെ പാനം ചെയ്യുന്നവൻ വീണ്ടും അഭിലഷിക്കും. എന്നെ അനുസരിക്കുന്നവൻ ലജ്ജിതനാവുകയില്ല. എൻ്റെ സഹായത്തോടെ അധ്വാനിക്കുന്നവൻ പാപത്തിൽ വീഴുകയുമില്ല. ജ്ഞാനവും നിയമവും ഇതെല്ലാമാണ് അത്യുന്നത ദൈവത്തിന്റെ ഉടമ്പടി ഗ്രന്ഥം. യാക്കോബിന്റെ സമൂഹങ്ങൾക്ക് അവകാശമായി മോശ നമുക്ക് കൽപ്പിച്ചു നൽകിയ നിയമം. അത് മനുഷ്യരെ ജ്ഞാനം കൊണ്ട് പിഷോൻ നദി പോലെയും ആദ്യപലകാലത്തെ ടൈഗ്രീസ് നദി പോലെയും നിറയ്ക്കുന്നു. യൂഫ്രട്ടീസ് പോലെയും വിളവെടുപ്പ് കാലത്തെ ജോർദാൻ പോലെയും അതവരെ ജ്ഞാനപൂരിതരാക്കുന്നു. അത് നൈൽ പോലെയും മുന്തിരി പഴുക്കും കാലത്തെ ഗീഹോൻ പോലെയും പ്രബോധനത്തെ പ്രവഹിപ്പിക്കുന്നു. ആദ്യ മനുഷ്യൻ അവളെ പൂർണ്ണമായി അറിഞ്ഞില്ല. അവസാനത്തെ മനുഷ്യനും അവളുടെ ആഴം അളക്കുകയില്ല. അവളുടെ ചിന്ത സമുദ്രത്തേക്കാൾ വിശാലവും അവളുടെ പ്രബോധനം അഗാധത്തേക്കാൾ ആഴമേറിയതുമാണ്. നദിയിൽ നിന്നുള്ള തോടുപോലെയും ഉദ്യാനത്തിലേക്കുള്ള നീർച്ചാലി പോലെയും ഞാൻ ഒഴുകി. ഞാൻ എൻ്റെ ഉപവനം നനയ്ക്കുകയും തോട്ടം കുതിർക്കുകയും ചെയ്യും എന്ന് ഞാൻ പറഞ്ഞു. ഇതാ, എൻ്റെ തോട് നദിയായി, എൻ്റെ നദി സമുദ്രമായി. ഞാൻ വീണ്ടും എൻ്റെ ഉപദേശത്തെ പ്രഭാതം പോലെ പ്രകാശമാനമാക്കും. അതിൻ്റെ കാന്തി വിദൂരങ്ങളിലും പ്രസരിപ്പിക്കും. ഞാൻ ഇനിയും എൻ്റെ പ്രബോധനങ്ങൾ പ്രവചനം പോലെ ചൊരിയുകയും ഭാവി തലമുറകൾക്ക് നൽകുകയും ചെയ്യും. ഞാൻ എനിക്ക് വേണ്ടി മാത്രമല്ല, ഉപദേശം തേടുന്ന എല്ലാവർക്കും വേണ്ടിയാണ് അധ്വാനിച്ചതെന്നറിയുക.